അതെ, അത് തന്നെയാണ്. ഈ റെഡ് ഡ്രസ്സും എന്റെ തുള്ളിച്ചാട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വാലന്റൈൻസ് ഡേയിലേക്കുള്ള ഒരു ലുക്കാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എന്റെ ഹെയറിൽ ഞാൻ കേളിങ്ങും ബ്ലോ ഡ്രൈയും ഒക്കെ പരീക്ഷിച്ചു. ഓയിലി ഹെയർ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ഒത്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ഇന്ന് മനസ്സിലായി, മറ്റുള്ളവർക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് സ്വയം ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാമെന്ന്. ഇന്ന് എന്റെ ബോക്സിലുള്ള സകല പിന്നും എന്റെ തലയിലുണ്ട്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതും. കാരണം എന്റെ ഫോൺ പൊട്ടിത്തെറിച്ച് പോയാനെ. അത്രയും സമയം എടുത്തു ഞാൻ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഹെയർ സ്റ്റൈൽ ആണെങ്കിലും കുറെ സമയം എടുത്താണ് ഞാനിത് ചെയ്തത്. അപ്പൊ സാധാരണ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിലും ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിട്ട് കേക്ക് ഫൗണ്ടേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഡെർമയുടെ ഒരു പാലറ്റ് ആണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്ത ശേഷം ബ്ലഷ് ഇട്ടപ്പോൾ റെഡ് ഡ്രസ് ആയതുകൊണ്ട് തന്നെ അധികം ബ്ലഷ് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. മാത്രമല്ല ഇന്നൊരു ഗ്ലോയി മേക്കപ്പും അല്ല ഞാൻ ചെയ്യുന്നത്, ഒരു മാറ്റ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്, ഗ്ലോയി ഡൂയി ആയിട്ടുള്ള മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ മാറ്റ് ആയിട്ടുള്ള മേക്കപ്പ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാന്ന് വിചാരിച്ചു. ഒത്തിരി നാളെ മാറ്റ് ആയിട്ടുള്ള ലുക്ക് ചെയ്തിട്ട്. കാരണം ഇപ്പം ഡ്യൂബി മേക്കപ്പ് ട്രെൻഡിങ് ആയതുകൊണ്ട് നമ്മൾ ക്ലയന്റിന് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണെങ്കിലും ഡ്യൂവി മേക്കപ്പ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്നും ബ്രൈറ്റ് ആയിട്ട് വേണ്ട, ബ്ലഷ് ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഐ ഷാഡോ ആണെങ്കിലും ഒന്നും ബ്രൈറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഐ ഷാഡോ ബേസ് കൊടുത്ത ശേഷം ഒരു കോപ്പർ ഗോൾഡ് ആണ് ഗ്ലിറ്റർ ആയിട്ട് കൊടുക്കുന്നത്. കോപ്പർ ഗോൾഡ് ഗൈസ്. അപ്പൊ കോപ്പർ ഗോൾഡ് നന്നായിട്ട് ഐലിഡിൽ ബ്ലെൻഡ് ചെയ്തു. പിന്നെ ആണെങ്കിൽ ഐലൈനറോ കാജലോ ഒന്നും ഉപയോഗിക്കാതെ ഐ ഷാഡോ വെച്ച് തന്നെ കണ്ണിനെ ഡിഫൈൻ ചെയ്യാന്ന് വിചാരിച്ചു. ഒരു സോഫ്റ്റ് ലുക്ക് കൊടുക്കാമെന്നാണ് ഞാനത് വിചാരിച്ചേക്കുന്നത്. ലിപ്പിനെ പറ്റിയാട്ടോ ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക് എന്ത് ചെയ്യും. കാരണം എനിക്ക് ഒരു ഷെയ്ഡായിട്ട് എനിക്ക് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്തോ ഐ മേക്കപ്പ് വളരെ നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഐ ഷാഡോ വെച്ചിട്ട് തന്നെ അത് ബ്രൗണും ബ്ലാക്കും രണ്ട് ഐ ഷാഡോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തത്. കണ്ണ് എഴുതുന്ന പോലെയൊന്നും ചെയ്തിട്ടില്ല, ചെറിയതായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്തു എന്ന് മാത്രം. പിന്നെ ഐബ്രോസ് ആണെങ്കിലും ലെങ്ത് ഈക്വൽ ആക്കി എന്നേ ഉള്ളൂ, അല്ലാതെ കാര്യമായിട്ട് ഐബ്രോസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ലുക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു ഡ്യൂബി ലുക്ക് നമുക്ക് വേണ്ടതാനും. അതിനുശേഷം നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തു. എന്ന് വെച്ചാൽ തറവായിട്ട് ഫില്ല് ചെയ്തു എന്നല്ല, നമ്മൾക്ക് ഇന്നത്തെ ലുക്കിന് ആവശ്യമുള്ളത് പോലെ ഫില്ല് ചെയ്തു. ലെങ്ത് ഒക്കെ മാക്സിമം കറക്റ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഒരു സൈഡിലത്തെ ഐബ്രോന് കുറച്ച് ലെങ്ത് കുറവാട്ടോ. പിന്നീടാണെങ്കിൽ മസ്കാര അപ്ലൈ ചെയ്തു. ഞാൻ ഐലാഷ് വെക്കുന്നതിനോട് അത്ര എനിക്ക് യോജിപ്പില്ല. ഈവൻ ദോ എനിക്ക് ഐലാഷസ് വളരെ കുറവാണെങ്കിലും ഐലാഷ് വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. സോ ഞാൻ മസ്കാര തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ മെബിലൈൻ്റെ ഒരു മസ്കാര ആട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. പിന്നീട് ലിപ്പിലേക്ക് പോകുമ്പോൾ ഞാനൊരു ബ്രൗൺ ലിപ്പ് ലൈനർ ഉപയോഗിച്ചിട്ടാണ് ലിപ്പ് ലൈൻ ചെയ്തത്. പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ഏതോ ഒരു ഷെയ്ഡ്, ഏതാണ് ആ ഷെയ്ഡ്, ഏതോ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത് കൂടുതലും ഞാൻ ഫോറിനേഴ്സൊക്കെയാണ് ഇങ്ങനത്തെ ലുക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. കാരണം ഒത്തിരി ന്യൂഡായാലും എന്റെ ഫേസിന് അത് ഭംഗി ഉണ്ടാവില്ല. പിന്നെ എന്താ പറയാ, ഒത്തിരി ഡീപ്പായിട്ടുള്ള ഷെയ്ഡ് കൊടുത്താൽ ഡ്രസ്സ് റെഡ് ആയതുകൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലുക്ക് കൊടുത്ത് നന്നായിരിക്കും എന്ന് തോന്നി. എനിക്ക് വളരെ ഇഷ്ടമായി. കുറച്ച് സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത ശേഷമാണ് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ആദ്യം ലിപ്പ് ഫില്ല് ചെയ്തു, പിന്നെ എന്താ പറയാ ലിപ്പ് ലൈനർ ഇട്ടു. അങ്ങനെ രണ്ട് തവണ മാറ്റി മാറ്റിയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ലുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഫേസിന്റെ ഒരു ലുക്ക് തന്നെ നല്ല രസമായിട്ട് തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ ഇനി അടുത്തത് ആക്സസറി ആണ്. അപ്പം ഞാൻ എന്ത് ഇടും എന്ന് വിചാരിച്ചപ്പോൾ എന്റെ നെക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് എനിക്ക് മാലയൊന്നും ഇടാൻ താല്പര്യം ഉണ്ടായില്ല. അപ്പൊ കമ്മല് മാത്രം ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഹൂപ്സ് ഒന്നും ഞാൻ കുറേ നാളുകളായി ഉപയോഗിച്ചത്. എന്റെ അടുത്ത് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് പെയർ ചെയ്യാം. കാരണം എന്റെ ഫേസിന് ഒരു പ്രത്യേക രസം പോലെ തോന്നി. എനിക്ക് എന്തോ ഇഷ്ടമായി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ഹൂപ്സ് ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടോ എന്ന് തോന്നണം. എന്തോ ഞാൻ കുറച്ച് യങ് ആയ പോലെ തോന്നി. സാധാരണ ഞാൻ എപ്പോഴും സ്റ്റഡ് ആണല്ലോ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ഹൂപ്സ് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഞാൻ കുറച്ചുകൂടി യങ് ആയ പോലെയോ എന്തോ ഒരു ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു ഡിഫറൻസ്, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് പറയണം കേട്ടോ. അപ്പൊ ഇതാണ് ലുക്ക്. വേറെ ആക്സസറീസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഞാനൊരു ഹീൽസ് ആണ് ഈ ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്തത്. അത് വൈറ്റ് ഹീൽസ് ആയിരുന്നു. അതപ്പോൾ നന്നായിട്ട് എടുത്ത് കാണുമായിരുന്നു. അപ്പൊ ഇതിന്റെ ലുക്ക് ഞാൻ ഇതിന് ശേഷം ഇടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടായോ? ബൈ.